ഹായ്, ഞാൻ നിങ്ങളുടെ സായികൃഷ്ണ. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ജൈവ മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കാം. ഞാനിവിടെ ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് ഞാൻ കമ്പോസ്റ്റ് ആക്കാണ് ചെയ്യുന്നത്. ബക്കറ്റ് കമ്പോസ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ ഇന്നത്തെ ഒരു പച്ചക്കറി വേസ്റ്റാണ് കാണുന്നത്. ഇതും ഇനാക്കുലം ഉപയോഗിച്ചാണിത്. ഇതാണ് ഇനാക്കുലം ഉപയോഗിച്ച് നമുക്ക് വേഗം കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ ബക്കറ്റിലേക്ക് നമുക്ക് കുറച്ച് ഇനാക്കുലം ആഡ് ചെയ്ത് കൊടുക്കാം. ഇനാക്കുലം ഇടുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പോസ്റ്റ് പെട്ടെന്ന് ആവാനും BSF ലാർവ വരാനുമാണ് നമ്മൾ ഈ ഇനാക്കുലം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ പച്ചക്കറി വേസ്റ്റ് ഫുൾ ഇട്ടതിന് ശേഷം അതിൻ്റെ പൊക്കത്തേക്ക് കുറച്ചുകൂടി ഇനാക്കുലം നമുക്ക് ആഡ് ചെയ്യാം. ഇതുപോലെ അതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് വിതറി കൊടുക്കാം. പിന്നെ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ ബക്കറ്റിൻ്റെ അടപ്പില്ലേ, അവിടെ നമ്മൾ കുറച്ച് ഓട്ടമുള്ളത് ഇട്ട് കൊടുക്കുക. കാരണം ഈ BSF ലാർവ ഉണ്ടാക്കുന്ന ആ പ്രാണിക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ ഇത് സഹായിക്കും. ഞാനിവിടെ കുറേ ബക്കറ്റുകൾ ആഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ബക്കറ്റ് നമുക്ക് നന്നായിട്ട് അടച്ചു വെക്കാൻ ശ്രദ്ധിക്കുക. അത് നമുക്ക് മീൻ വേസ്റ്റ് ഇടാം, ചിക്കൻ്റെ വേസ്റ്റ് ഇടാം, എല്ലാ വേസ്റ്റിനകത്ത് ഇടാൻ പറ്റുന്നതാണ്. ചെറിയ വീഡിയോ വലിയ ഇൻഫോർമേഷൻ. ഇനിയും ഇതുപോലത്തെ വീഡിയോയുമായി കാണാം. ബൈ ബൈ.